ഇത്രയും നേരം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എൻ്റെ മകനെ കുറിച്ചിട്ട്? ഇപ്പോഴെന്താ നിങ്ങൾക്കൊന്നും പറയാൻ നാവില്ലേ? ചന്ദ്രമതി, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകനെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചത്, അല്ലാതെ ഞാൻ എൻ്റെ മക്കളെ മോഷ്ടിക്കാനൊന്നും അല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രമതിയാണെങ്കിലുണ്ടല്ലോ നിന്ന് ഉരുവുകയാണ്, നമ്മുടെ സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരികയാണ്. അപ്പോൾ നമുക്കതിലേക്കൊക്കെ പോകാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഓണത്തിന് ശേഷം ശരിക്കും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. നമ്മുടെ ആകെപ്പാടെ ചന്ദ്രാലയത്തിൽ ആകെ ബഹളം അലങ്കോലമായിട്ടിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും മക്കളും അവിടെ എത്തിയിരിക്കുകയാണ് അവരുടെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ലക്ഷ്മിയും മക്കളും ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ രേവതി അവരോട് പോകാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്തിന് ചന്ദ്രമതി പറയണം, നീ എന്തിനാടി അവരോട് പോകാൻ പറയുന്നത്? ഞാൻ വിളിച്ചിട്ടല്ലേ ഇവർ വന്നത്. എനിക്കെൻ്റെ 1 ലക്ഷം രൂപ ഇപ്പം കിട്ടിയിരിക്കണം, അതിന് ശേഷം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അവിടെ കിടന്ന് ആകെ പ്രശ്നങ്ങൾ അലമ്പുണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ആവുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി, എൻ്റെ മകൻ അത് ചെയ്തിട്ടില്ല, അവൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ. അതുപോലെ തന്നെ ശരത്ത് പറയുന്നുണ്ട്, ആൻറ്റി എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അറിയാതെ ഞാൻ ഇവിടുത്തെ സച്ചിയേട്ടൻ്റെ വണ്ടി മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മാപ്പ് പറയണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആൻറ്റി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളെന്നെ കള്ളനാക്കരുത്. ഞാൻ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല. ഒരിക്കൽ ഞാൻ ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ ആയിട്ട് നമ്മുടെ ശരത്ത് കരഞ്ഞും തെളിഞ്ഞും, എന്താ പറയുന്നത്, കരഞ്ഞും തെളിഞ്ഞും അല്ല, കരഞ്ഞും വിതുമ്പിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശരത്ത്. പക്ഷേ ഒരു രക്ഷയില്ല, ചന്ദ്രമതി ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. എന്നോട് കൂടുതലൊന്നും പറയണ്ട, എനിക്ക് ഇപ്പം തന്നെ എൻ്റെ 1 ലക്ഷം രൂപ കിട്ടണം എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയുകയാണ്, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കേ, ആരാണ് പൈസ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കപ്പോൾ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഉടനെ രേവതി ഉണ്ട്, എന്താ സച്ചിയേട്ടാ ഈ പറയുന്നത്, പോലീസ് വരാനോ? എന്തിനാ രേവതി നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ള ആരും ഒന്നും മോഷ്ടിക്കില്ലെന്ന് നിനക്കറിയില്ലേ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? പോലീസുകാർ വരട്ടെ, കള്ളത്തരം ആര് കാണിച്ചാലും അവരെ കൈയോടെ പിടികൂടട്ടെ, അപ്പോഴേ എല്ലാം റെഡി ആയിക്കോളും. എനിക്ക് നല്ല ധാരണയുണ്ട് ഇതാരാണ് എടുത്തതെന്ന്. കള്ളനെ കപ്പലിനകത്ത് തന്നെ ഉണ്ട്. സുധി നോക്കിയിട്ടാണേ പറയുന്നത്. അങ്ങനെ സംസാരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ശരത്ത് കരയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി അടുത്ത് ചെന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്, എടാ ശരത്തെ, നീ എന്തിനാടാ കരയുന്നത്? നീ കരയേണ്ട ഒരു കാര്യമില്ല, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ ദേ അവർ മാത്രമേ നിന്നെ കുറ്റപ്പെടുത്തത്തുള്ളൂ, മറ്റാരും നിന്നെ കുറ്റപ്പെടുത്തത്തില്ല, പിന്നെ നീ എന്തിനാ കരയുന്നത്? അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, അച്ഛൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, ഇനി എടുത്തിട്ടുണ്ടെങ്കിലേ അതങ്ങ് തിരിച്ചു കൊടുത്തേരെ എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, ദേ വെളുക്കാൻ പൗഡർ പൂശുന്നോളേ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട. നിൻ്റെ കെട്ടിയോനില്ലേ, ഇവനാ എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞത്. ഇതിപ്പോൾ 1 ലക്ഷം കൂടി അവൻ്റെ തലയിൽ തന്നെ വന്നു, 51 ലക്ഷം രൂപ. ഈ കുടുംബത്തിലെ കക്കാനും മോട്ടിക്കാനും ഒന്നും ഒരു ഉളുപ്പില്ലാത്തതേ അവന് മാത്രമേ ഉള്ളൂ. നിനക്ക് അവനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ലല്ലോ, പിന്നെ നീ അവിടെ മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുകയാണ് നമ്മുടെ സുധി പറയുകയാണ്, നമ്മുടെ സച്ചി പറയുകയാണ്. അങ്ങനെ സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ ഒരു രക്ഷയില്ല, ഇപ്പം തന്നെ എൻ്റെ പൈസ അവിടെ വെക്കണം എന്നുള്ള നിലപാടിലാണ് നമ്മുടെ ചന്ദ്രമതി നിൽക്കുന്നത്. നോക്കുമ്പോഴത്തേക്ക് അവിടേക്ക് വരികയാണ്, ഒരു പയ്യൻ വരികയാണ്, വന്നിട്ട് വിളിക്കുകയാണ്, സുധി സാറില്ലേ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ സുധി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സുധി കാര്യം തിരക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയണം, സാറിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ടല്ലേ വന്നിരുന്നത്? അപ്പോൾ ഉടനെ സുധി പറയണം, അതിൻ്റെ ഇതൊക്കെ എനിക്ക് മൊബൈലിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ടിക്കറ്റിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ എന്നിങ്ങനെ പറയണം. അയ്യോ, സാറ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ സാറിൻ്റെ ആധാർ കാർഡും പിന്നെ ഈ കവറും, ഈ കവറിനകത്തൊരു 3000 രൂപയുണ്ട്, ഇതും അവിടെ വെച്ചിട്ട് സാറ് മറന്നിട്ടാണ് വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കവർ കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും കാണുകയാണ് ആ കവറ്. നേരെ നമ്മുടെ സച്ചി അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. എടാ ദുഷ്ട എന്നും പറഞ്ഞിട്ട് ആ കവറിൽ പിടികൂടുകയാണ് നമ്മുടെ സച്ചിയും ശ്രുതിയും കൂടിയായിട്ട്. അപ്പോൾ ശ്രുതി അതിൻ്റെ ഇടയിലോട്ട് കയറുന്നെങ്കിലും ശ്രുതിയെ തള്ളി മാറ്റുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ വലിയൊരു പിടിവലിയൊക്കെ കൂടുകയാണ്. കൊണ്ടുകൊടുത്ത പയ്യൻ അതേ സമയത്ത് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അങ്ങനെ പിടിവലിക്കൊടുവിൽ നമ്മുടെ ശ്രുതിയുടെ കയ്യിലിരിക്കുന്ന കവർ നമ്മുടെ സച്ചി കൈക്കലാക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഡ്രൈവർ രവീന്ദ്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കവറിൻ്റെ പുറത്ത് വലിയ അക്ഷരത്തിൽ. അപ്പോൾ അതിങ്ങനെ കാണിച്ചിട്ട് സച്ചി അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ ഇതുപോലൊരു കവർ അച്ഛൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ
എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ അതിലിങ്ങനെ നോക്കിയിട്ട് രവീന്ദ്രന് പെട്ടെന്ന് തന്നെ കാര്യമൊക്കെ മനസ്സിലായി. അപ്പോൾ തന്നെ പറയണം, അച്ഛന് മനസ്സിലായില്ലേ ഇപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന്? ദേ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവനല്ലാതെ ആരും ഈ കള്ളത്തരങ്ങളൊന്നും കാണിക്കില്ലെന്ന്. കള്ളത്തരത്തിന് നോബൽ സമ്മാനം കിട്ടിയവനല്ലേ ഇവൻ. ദേ ഇവൻ തന്നെ എടുക്കോളെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കണ്ടില്ലേ അച്ഛൻ്റെ നഷ്ടപ്പെട്ട അമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പൈസ ഇത് ഈ കവറിൽ തന്നെ അല്ലേ അച്ഛാ? ഇത് എന്തായാലും സുധി എന്നല്ലല്ലോ കവറിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്, ഡ്രൈവർ രവീന്ദ്രൻ എന്നല്ലേ, അത് അച്ഛൻ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രവി ആണെങ്കിൽ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ചന്ദ്രമതി ആകെ ഉരുകി ഒലിച്ച് നാശകോശമായിട്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു നോട്ടം നോക്കുകയാണ് സുധിയെ. സുധി ആണെങ്കിൽ ആകെ ചൂളി നിൽക്കുകയാണ്. ശ്രുതി ആണെങ്കിലുണ്ടല്ലോ ആകെ നാണം കെട്ട് നാറി വെളുത്തിരിക്കുകയാണ്. ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ സുധിയെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരത്ത് ചോദിക്കുകയാണ്, ആൻറ്റി ഇപ്പം ആൻറ്റിക്ക് മനസ്സിലായില്ലേ ഞാൻ ആൻറ്റിയുടെ പൈസയൊന്നും എടുത്തിട്ടില്ല എന്ന്? ഞാൻ പറഞ്ഞതല്ലേ ആൻറ്റിയോട്, ആണയിട്ട് പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങളെല്ലാവരും മനഃപൂർവ്വം എന്നെ കള്ളനാക്കാനല്ലേ ശ്രമിച്ചത്? എന്നിട്ടിപ്പോൾ ആരാ കള്ളനായത്? ആരാ ആൻറ്റി ശരിക്കും കള്ളൻ? ഞാനാണോ അതേ ഈ നിൽക്കുന്ന ആളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങളുടെ മൂത്ത മകനാണോ ഞാനാണോ കള്ളൻ എന്നിങ്ങനെ ശരത്ത് ചോദിക്കുകയാണ്. ചന്ദ്രമതിക്ക് മുണ്ടാട്ടം മുട്ടിപ്പോയ മട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രേവതി ചോദിക്കാണ്, അമ്മേ ഇത്രയും നേരം പോലീസിനെ വിളിക്കണം എന്നായിരുന്നല്ലോ അമ്മയ്ക്ക്, എന്താ അമ്മേ ഇനി പോലീസിനെ ഒന്നും വിളിക്കുന്നില്ലേ? അതൊക്കെ പോലീസിനെ വിളിക്കേണ്ടെന്ന് അമ്മേരെ ആ ഒരു വീറും വാശിയൊക്കെ ആറി തണുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി. ചന്ദ്രമതിക്ക് അപ്പോഴും മിണ്ടാട്ടമൊന്നുമില്ല, തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സുധിയെ. അതേ സമയത്ത് നമ്മുടെ ദേവു ചോദിക്കുകയാണ്, ആൻറ്റി ഇപ്പം എന്താ ആൻറ്റിക്കൊന്നും പറയാനില്ലേ? ആൻറ്റി ഇത്രയും നേരം എന്തായിരുന്നു? ഞങ്ങൾ പൈസ എടുത്തില്ലെന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും ആൻറ്റി ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചത്? ആൻറ്റി മനഃപൂർവ്വം കരുതി കൂട്ടി നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ? ആൻറ്റിയുടെ പുന്നാര മകൻ കാട്ടിക്കൂട്ടിയതേ എന്താണ് ആൻറ്റി? ആൻറ്റിയുടെ മകനെ ആൻറ്റി കക്കാനും മോഷ്ടിക്കാനും ആണോ പഠിപ്പിച്ചു വിട്ടത്? ഞങ്ങളെ മുഴുവനും ആൻറ്റി അപമാനിച്ചു. ഞങ്ങളുടെ കുടുംബത്തോട് ഞങ്ങൾ കള്ളന്മാരാണെന്ന് ആൻറ്റി പറഞ്ഞു. ഇപ്പം ഏത് കുടുംബത്തിലാണ് ഉള്ളവരാ ആൻറ്റി കള്ളന്മാർ? ആൻറ്റിയുടെ മകനും ഞങ്ങളും കൂടി പുറത്തേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ ആൻറ്റിയുടെ മകൻ 50 ലക്ഷം രൂപ കട്ടുകൊണ്ട് പോയ ഫ്രോഡെന്നേ നാട്ടുകാർ പറയൂ, അല്ലാതെ നമ്മളെ അല്ല പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവു. അതേ സമയത്ത് നമ്മുടെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ശരിക്കും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ആകെ അങ്ങ് എന്താ പറയുന്നത് വല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടിങ്ങനെ പുള്ളിക്കാരൻ അങ്ങ് വിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തത് വന്നിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയുടെ ഊഴമാണ്. ലക്ഷ്മി പറയണേ, ചന്ദ്രമതി ഇത്രയും നേരം ചന്ദ്ര എന്തായിരുന്നു ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്? ഇപ്പം എന്താ ചന്ദ്രമതിക്കൊന്നും പറയാനില്ലേ? ചന്ദ്രേ ഞങ്ങൾക്ക് പൈസ ഇല്ലായിരിക്കാം, ഞങ്ങൾ പാവങ്ങളായിരിക്കാം, നിങ്ങളെപ്പോലെയുള്ള ഒന്നും നമുക്കുണ്ടായിരിക്കില്ലായിരിക്കാം, പക്ഷേ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, അത് നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് തന്നെയാണ് ഇതുവരെ എത്തിയത്. ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് രാവിലെ തൊട്ട് രാത്രി ആകുന്നത് വരെ ഒരേപോലെ നിന്ന് പൂ കെട്ടി കൊടുക്കുന്നത്, അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ശരീരത്തിനും ഉണ്ട്. പക്ഷേ എന്ന് കരുതി ഞാൻ എൻ്റെ മക്കൾക്ക് മോഷ്ടിക്കാനൊന്നും അല്ല പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ നീ പഠിപ്പിച്ചു കൊടുത്തു ചന്ദ്രേ, നിൻ്റെ മക്കൾക്ക് മോഷ്ടിക്കാൻ നീ പഠിപ്പിച്ചു കൊടുത്തു. നിൻ്റെ സംസ്കാരമാണ് ഇപ്പോൾ നിൻ്റെ മൂത്ത മോൻ ഇവിടെ കാണിച്ചു വച്ചത്. അതിന് ബലിയാടാകേണ്ടി വന്നത് എൻ്റെ പാവം മക്കളും. പിന്നെ മുഴുവനും നീ കാണിക്കുന്നത് മുഴുവനും ഞങ്ങൾ സഹിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഈ മോളെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എന്ന് കരുതി നിനക്ക് എന്തോ അങ്ങ് പറയാമെന്ന് കരുതരുത്. എൻ്റെ രേവതി മോൾ ഇവിടെ നിൽക്കുന്നു എന്ന് കരുതി എന്തും നിനക്ക് പറയാനുള്ളൊരു ലൈസൻസായിട്ട് നീ അതിനെ കാണണ്ട. പിന്നെ നീ എന്ത് കാട്ടിയാലും അതൊക്കെ കേട്ട് മിണ്ടാതെ വാക്കയും പൊത്തി നിന്നിട്ടങ്ങ് പോവുമെന്നും നീ കരുതണ്ട. അങ്ങനെ വല്ല ധാരണ ഉണ്ടെങ്കിലുണ്ടല്ലോ നീ അതങ്ങ് മറന്നേക്ക് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മി. ഇത് കേട്ടിട്ട് ആകെ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് ചെല്ലുകയാണ്. നമ്മുടെ സുധിക്കിട്ട് നല്ല 4 പൊട്ടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മുടെ രവീന്ദ്രനെ പിടിച്ചു മാറ്റാനായിട്ട് കഷ്ടപ്പെടുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ നമ്മുടെ രവീന്ദ്രൻ തൂക്കിയെടുത്ത് കളയുകയാണ്. എന്നിട്ട് ചന്ദ്രമതി ബലം പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, അവസാനം അവിടെ ഒരു പുക നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് രവീന്ദ്രൻ സുധിയെ അടിച്ച് നീര് വരുത്തുകയാണ്. അങ്ങനെ പിന്നീട് എന്ന് വെച്ചാൽ
ഉടനെ തന്നെ ഇനി മകനെ ആകെ ഇനിയിപ്പോൾ സച്ചി കൂടി കൈവയ്ക്കുന്നുള്ളത് നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സച്ചി കൈവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയൊന്നും ഉണ്ടാവില്ലെന്ന് ചന്ദ്രമതിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പിന്നെ ചന്ദ്രമതി ഒരു സൂത്രം പ്രയോഗിക്കുകയാണ്. ചന്ദ്രമതി നേരെ കൈ രണ്ടും എടുത്ത് തലയ്ക്കിങ്ങനെ കുറേ ഇടിയങ്ങ് ഇടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യോ അയ്യോ, ഞാൻ എന്താ ചെയ്യുക, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ എല്ലാവരെയും വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തുടങ്ങുകയാണ്. എന്നിട്ട് തലയ്ക്കിങ്ങനെ കുറേ ഇടിയൊക്കെ ഇടിക്കുകയാണ്. എന്നിട്ട് പറയണേ, എൻ്റെ മറവിയാണ് എല്ലാത്തിനും കാരണം, ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം. എൻ്റെ മകൻ 1 രൂപ പോലും ആരും എടുക്കത്തില്ല. അവനല്ല ഈ പൈസയൊക്കെ കട്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ അവന് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് എൻ്റെ മകന് പൈസ കൊടുത്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കണേ, എന്തായിരുന്നടാ നിനക്ക് ഇത്രയും പൈസയുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് സച്ചി ചോദിക്കുകയാണ്. നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം, പറയടാ നിനക്ക് എന്തായിരുന്നടാ ഇത്രയേറെ പൈസയുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, അത് ശ്രുതിയും കൊണ്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് പൈസ എടുത്തത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, എടാ നാണം കെട്ടവനെ, സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയുടെ ബാഗിൽ നിന്ന് പൈസ കട്ടെടുത്തിട്ടാണോടാ ഹണിമൂൺ ആഘോഷിക്കാൻ ഭാര്യയും കൊണ്ട് പോകുന്നത്, ഛേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി ഉണ്ടല്ലോ, ചന്ദ്രമതിയുടെ ഡാൻസ് തുടങ്ങുകയാണ്. ചന്ദ്രമതി തലയ്ക്ക് ഇടിക്കുന്നു, കഴുത്തിലിടിക്കുന്നു, നെഞ്ചത്തിടിക്കുന്നു, മുതുകത്തിടിക്കുന്നു എന്ന് വേണ്ട, ചന്ദ്രമതി അവിടെ കിടന്നൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ക്ലാപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് സച്ചി പറയണം, കൊള്ളാം, നന്നായിട്ടുണ്ട്, മികച്ച നടിക്കുള്ള അവാർഡേ നിങ്ങൾക്ക് തന്നെ തരണം, എന്നിട്ട് മികച്ച കള്ളനുള്ള അവാർഡുണ്ടല്ലോ നിങ്ങളുടെ മോനും കൊടുക്കണം എന്നിങ്ങനെ പറയണം. സച്ചി പറയണം, ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന കള്ളത്തരങ്ങളാണ് ഇതെന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവും. എല്ലാവരും അരിയാഹാരം തന്നെ അമ്മയെ കഴിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി. ചന്ദ്രമതി അയ്യോ പിടി കിട്ടി എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. എന്നാലും ചന്ദ്രമതി കുറയ്ക്കുമോ? ചന്ദ്രമതി അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയണം, സത്യമാണോ? ശരിക്കും രവീന്ദ്രന് കാര്യമൊക്കെ മനസ്സിലായി. എന്നാലും ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് മാനം കെടുത്തണ്ടല്ലോ. അപ്പോൾ തന്നെ ഒരു വലിയൊരു പ്രശ്നവും ഉണ്ടാവണ്ട. അപ്പോൾ രവീന്ദ്രൻ ഇതിൽ ഇടപെടുകയാണ്. രവീന്ദ്രൻ പറയണം, ചന്ദ്രേ നീ പറഞ്ഞത് സത്യമാണോ? ശരിക്കും പറയുകയാണെങ്കിൽ നീ തന്നെയാണോ ശ്രുതിക്ക് പൈസ കൊടുത്തത്? അതേ രവിയേട്ടാ, ഞാൻ തന്നെയാണ് രവിയേട്ടാ പൈസ കൊടുത്തത്. പക്ഷേ എൻ്റെ മറവി രവിയേട്ടാ, ഞാൻ മറന്നുപോയി രവിയേട്ടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, ചന്ദ്രേ എന്നിട്ടാണോ നീ എന്തുമാത്രം ആക്ഷേപങ്ങളാണ് ഇവരെ പറഞ്ഞത്? ശരത്തിനെയും ശരത്തിൻ്റെ അമ്മയും രേവതിയുടെ വീട്ടുകാരെ മുഴുവനായിട്ട് നീ തൊലിയൊരിക്കുകയല്ലേ ചെയ്തത്? ഇത്രയും നേരം നീ കരുതിക്കുട്ടിയല്ലേ അവരെ അധിക്ഷേപിച്ചത്? അയ്യോ അല്ല, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, നിനക്ക് ഈ പറഞ്ഞതിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇവരോടെല്ലാം മാപ്പ് ചോദിക്കേ. ഞാനോ മാപ്പ് ചോദിക്കണോ? അതെ, നീ മാപ്പ് ചോദിച്ചേ പറ്റൂ. തെറ്റ് നമ്മൾ ആര് ചെയ്താലും മാപ്പ് ചോദിക്കണം. അതുകൊണ്ടേ നീ വേഗം മാപ്പ് ചോദിക്കുക എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ടാണ് നമ്മുടെ ചന്ദ്രമതി പറയണോ പറയണ്ടേന്നറിയാൻ വയ്യ. ശ്രുതിയെയും നോക്കുന്നു. അതിനുശേഷം അതേസമയം ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ തലയും കുമ്മിട്ട് നിന്നിട്ട് ഇങ്ങനെ ആക്കുകയാണ്. അതായത് മാപ്പ് ചോദിച്ചോളാൻ പറയണം അമ്മയോട്. അപ്പോൾ തന്നെ പിന്നെ നമ്മുടെ ചന്ദ്രമതി ഒരു രക്ഷയില്ല. ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിട്ടാണ്, മോനെ ശരത്തേ, ആൻറ്റിയോട് നീ ക്ഷമിക്കടാ, ആൻറ്റി മനഃപൂർവ്വമൊന്നും ഒന്നും ചെയ്തതല്ല, മോനെ കരുതിക്കൂട്ടി അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ആൻറ്റിക്ക് കുറേ നാളുകൊണ്ട് ഒരു തലവേദന ഉണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ മറവി പതിവുള്ളതാണ്, പക്ഷേ ഇത് ഇത്രയും മറന്നു പോകുന്നു ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ പറയണം. നീ എന്നോട് ക്ഷമിക്കടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി ക്ലാപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് സച്ചി പറയണം, മിടുക്കത്തിയാ നിങ്ങൾ, മകനെ എങ്ങനെ സൂത്രത്തിൽ രക്ഷിച്ചെടുക്കണമെന്നേ നിങ്ങൾക്ക് നന്നായിട്ടറിയാം, നിങ്ങൾ ഈ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നേ ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ പറയണം. ഉടനെ ചന്ദ്രമതി പറയണം, നീ പറയുന്ന കണക്കൊന്നുമല്ല, ഞാൻ മറന്നു പോയതാണ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് ചന്ദ്രമതി പറയണം, അതേ പിന്നെ പറയുന്നത് നമ്മുടെ രേവതിയോടാണ്, മോളെ രേവതി, നീ അമ്മയോട് ക്ഷമിക്കണം കേട്ടോ, അമ്മ മനഃപൂർവ്വം പറഞ്ഞതല്ല, അമ്മ മറന്നുപോയതാണ്, ഞാൻ തന്നെയാണ് ഇവന് പൈസ എടുത്ത് കൊടുത്തത്, എൻ്റെ കയ്യിൽ നിന്ന് അവൻ പൈസ മേടിച്ചുകൊണ്ട് പോയത് എന്നിങ്ങനെ പറയണേ. രേവതിക്ക് മനസ്സിലായി സംഭവം എന്തിനാണെന്നുള്ളത്. പക്ഷേ രേവതി പ്രതികരിക്കുന്നില്ല, മിണ്ടാണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, അങ്ങനെയാണെങ്കിൽ എന്താ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഇവൻ എന്താ പറയാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതിയാണ്, അത് പിന്നെ ഞാൻ പറയാൻ മറന്നുപോയതാണ്, ശ്രുതി സത്യ, അമ്മ തന്നെ എൻ്റെ കയ്യിൽ പൈസ തന്നത്, പറയാൻ ഞാൻ മറന്നുപോയതാണ് എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ
അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയണം, എടാ നീ കൂടുതൽ സംസാരിക്കണ്ട, എനിക്കറിയാം ഇതിൻ്റെ ഇടയിലേ നിൻ്റെ അമ്മയുണ്ടല്ലോ, ഈ സ്ത്രീ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ടാ, അല്ലെങ്കിലുണ്ടല്ലോ നിൻ്റെ പൊടി പോലും ബാക്കി ഉണ്ടാവില്ല, നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ നമ്മുടെ ലക്ഷ്മി അറിയാണ് ഞങ്ങൾ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ രവീന്ദ്രൻ പറയണം, വേണ്ട ലക്ഷ്മി, എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് പോവും. അത് വേണ്ട രവി ഏട്ടാ, വന്നിടത്തോളം മതി, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി മകളോടും സച്ചിയോടും രവീന്ദ്രനോടും യാത്ര പറഞ്ഞിട്ട് ലക്ഷ്മി മക്കളും അവിടെ നിന്ന് പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ സച്ചി മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതിയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് ശ്രുതിയുടെ ബെഡ്റൂമിലേക്ക് ശ്രുതി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിനാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ സൂക്ഷിച്ച് തുറിച്ച് നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതിനുശേഷം ചന്ദ്രമതി നേരെ മുറിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ശ്രുതിയോട് പറയണം, നീ എൻ്റെ മുറിയിലേക്ക് അങ്ങ് വാടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി മുറിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ സുധീന്ദ്രൻ. അങ്ങനെ സുധീന്ദ്രൻ നേരെ മുറിയിൽ ചെന്നിട്ട് കതവ് അകത്തുനിന്ന് കുറ്റിയിടുകയാണ്. എന്നിട്ട് അമ്മേ എന്ന് വിളിച്ചിട്ട് ചെല്ലുകയാണ്. എടാ നീ എന്താടാ കാണിച്ചത്, നീ എന്താടാ ചെയ്തത്, നീ എന്നു മുതലാടാ മോഷ്ടിക്കാൻ പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ താറുമാറായിട്ട് മാക്ക് അടിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ ശ്രുതി ആണെങ്കിലുണ്ടല്ലോ, അമ്മ എന്നെ തല്ലല്ലേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അടിച്ച് ഒരു ഇഞ്ചി പരുവാക്കിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. അങ്ങനെ ശ്രുതിയോട് ചോദിക്കണേ, എന്തിനാടാ നീ പണം മോഷ്ടിച്ചത്? അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയണം, അമ്മേ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല അമ്മേ, ഞാൻ മോഷ്ടിക്കണമെന്ന് കരുതി ചെയ്തതൊന്നും അല്ല. പിന്നെ എന്തിനാടാ നീ അത് ചെയ്തത്? അതമ്മേ, ശ്രുതി എന്നോട് പറഞ്ഞു ഹണിമൂൺ ആഘോഷിക്കാൻ ഡൽഹി പോകണമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അമ്മേ, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ പൈസ മോഷ്ടിച്ചത്. എടാ പഞ്ചഭാബി, അത് എന്നോട് നീ ഒന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? ഞാൻ നിനക്ക് പൈസ തരില്ലായിരുന്നോ? അതിന് മോഷ്ടിക്കുകയാണോടാ ചെയ്യേണ്ടത്, അതും സ്വന്തം വീട്ടിൽ നിന്ന്. അപ്പോൾ ഉടനെ ശ്രുതി പറയണ, അമ്മേ അത് ഞാൻ പിന്നീട് അമ്മയോട് പറയാമെന്നാണ് കരുതിയത്. എടാ മഹാഭാബി, ആ ദാരിദ്ര്യവാസികളുടെ കാല് പിടിക്കേണ്ട ഗതികേട് പോലും എനിക്കുണ്ടായില്ലേടാ, ഇതിൽ പരം മാനക്കേട് എനിക്ക് വരാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അമ്മേ ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കള്ളക്കരച്ചിൽ എറിയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നുമോനെ, നീ കരയില്ലടാ മക്കളെ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയണം, സാരമില്ല, നടന്നതൊക്കെ പോട്ടെ, എൻ്റെ മോനൊരു ജോലി സമ്പാദിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടംപോലെ കടമുണ്ടെന്ന് മോൻ അറിയാലോ. ഒരു നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് മോൻ ജോലിക്ക് പോകണം. മോൻ്റെ ഈ നാണക്കേടും ചീത്തപ്പേരുകളെല്ലാം മാറ്റിയെടുക്കണം. എൻ്റെ പൊന്നു മക്കൾ കരയാതെ ചെല്ല്. അത് ശ്രുതിയോട് നമുക്ക് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മോനെ, ഞാൻ തന്നതാണെന്ന് തീർത്തും പറഞ്ഞാൽ മതി അവളോട് നീ എന്നും പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി മുറിയിൽ ഇങ്ങനെ, ചന്ദ്രമതിക്ക് മോൻ പൈസ കട്ടതിലല്ല സങ്കടം, നമ്മുടെ രേവതിയുടെ വീട്ടുകാരോട് ക്ഷമ പറയേണ്ടി വന്നതിലാണ് പുള്ളിക്കാരത്തിക്ക് സങ്കടം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, അമ്മയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ശ്രുതിയെ കാണുകയാണ്. അപ്പോൾ രേവതി അത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ നോക്കുകയാണ്. ശ്രുതി അമ്മയെ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.